പാവപ്പെട്ട ജനങ്ങൾ, പെൻഷൻ മേടിക്കുന്നവർ. ഉമ്മൻചാണ്ടി 18 മാസം കുടിശ്ശിക കിട്ടുക. 18 മാസം ഏക്കാണി 28 മാസം. കഴിഞ്ഞ പ്രാവശ്യം 2014 അധികാരത്തിൽ വന്നപ്പോൾ സ്പെഷ്യൽ ഓർഡർ വഴി ചിലർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എത്ര കൊടുത്തിരിക്കുന്നതെന്ന് ഒരുമിച്ച് പോലും പറയാൻ പറ്റില്ല. അങ്ങനെ 15 മാസത്തെ വരെ ഓട്ടോമാറ്റിക്കായിട്ട് പേ ചെയ്യാൻ അനുവാദം നൽകി ഉത്തരവിറക്കിയതാണ്. 100 രൂപയാണ് ഈ 1600 രൂപ പെൻഷൻ കൊടുക്കുന്നതിൽ 100 രൂപയാണ് UDFൻ്റെ സംഭാവന. ബാക്കിയെല്ലാം LDFൻ്റെതാണ്. എല്ലാ മാസവും കൃത്യമായിട്ട് കൊടുത്തു. 26-ാം തീയതി കൊടുക്കുമായിരുന്നു, ശമ്പളം കൊടുക്കണ പോലെ തന്നെ. അപ്പോൾ ഇപ്പോൾ നടക്കുന്നില്ല, വർധനവില്ല, തീട്ടു പോകുന്നില്ല, ജനങ്ങൾ അസ്വസ്ഥർ. അവരോട് ഞങ്ങൾ പറയാൻ പോണതേ ഈ ഇലക്ഷൻ LDF ജയിക്കട്ടെ, 2000 രൂപയാക്കും. പക്ഷേ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഇത് ചോദിക്കാൻ തയ്യാറില്ലല്ലോ കേന്ദ്രത്തോട് അവകാശം. അതുകൊണ്ട് ഇന്ത്യ മുന്നണി ഭരിക്കുമ്പോഴും പെൻഷൻ കിട്ടണമെങ്കിൽ, കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ, 2000 രൂപയാക്കണമെങ്കിൽ LDF ഇവിടുന്ന് പോകണം, ചോദിച്ച് മേടിക്കും. പാവങ്ങളുടെ അവകാശം അത് പറഞ്ഞ ആർക്കാ ബോധ്യപ്പെടാൻ പറ്റാത്തത്? ഇത് മുസ്ലിം സാമാന്യത്തോടും പറയും, ക്രിസ്ത്യൻ സാമാന്യത്തോടും പറയും. ഇത് നിങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റവും ഉറച്ച നിലപാടെടുക്കുന്നത് LDF ആണ്. ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഇല്ല എന്നുള്ള വേറെ കാര്യം. പക്ഷെ നിങ്ങളുടെ വിശ്വാസം അത് മറ്റുള്ളവരുടെ വിശ്വാസത്തെ കടന്ന് കയറുന്നില്ലെങ്കിൽ അത് സംരക്ഷിക്കും. ഇപ്പോൾ ജയിപ്പിച്ചാൽ 2000 ആക്കാമെന്ന് വാഗ്ദാനം കൊടുക്കും. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പെൻഷൻ വർധന ഉൾപ്പെടെ അല്ലെങ്കിൽ പെൻഷൻ കൊടുത്തവരുടെ വിശ്വാസം ഉൾപ്പെടെ കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. ആ വിശ്വാസം അതേപടി കാത്തുസൂക്ഷിക്കാൻ ഈ സർക്കാരിനായിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ജനങ്ങളോട് ക്ഷമാപൂർവ്വം വിശദീകരിക്കും. 1000 രൂപയാക്കുമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന് നേരിട്ട് പനാറിൽ ജയിച്ചത്. 1600 ആക്കി. അപ്പോൾ ഇത്ര മനസ്സില്ലാത്തതല്ല, മനസ്സറിഞ്ഞ് ചെയ്യുന്നതാണ്. ഇത്തവണ പറ്റുന്നില്ല. അപ്പോൾ സ്വപ്പം ദേഷ്യമൊക്കെ നമ്മുടെ തോന്നും, ശുണ്ടിയൊക്കെ തോന്നും. നിങ്ങൾ കഴിഞ്ഞോണം ഇങ്ങനെ ചെയ്തതല്ലേ, എല്ലാ മാസം 26-ാം തീയതി തന്നതല്ലേ. അത് ശരിയാ, അതിക്ക് മുമ്പ് 4 മാസം കൂടുമ്പോഴാണ് പെൻഷൻ. ഇപ്പോഴും അങ്ങനെ ആയിട്ടുള്ളൂ. ആ പെൻഷൻ കമ്പനി പൊളിച്ചത് UDFും BJPയും കൂടിയാണ്. അതപ്പോൾ എല്ലാ മാസം തരാൻ പറ്റാത്തത്. ഇനി 1600 2000 ആക്കണം. ഈ കേന്ദ്ര വിരോധങ്ങൾ പിൻവലിക്കട്ടെ. അത് ഇന്ത്യ സർക്കാർ വന്നിട്ടല്ലാതെ പിൻവലിക്കാൻ പറ്റില്ല, BJP ചെയ്യില്ല. ഇന്ത്യ സർക്കാർ വരുമ്പോൾ കേരളത്തിൽ നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് മേടിക്കാൻ വേണ്ടി LDF ഉണ്ടാവണം അവിടെ. ഇതായിരിക്കും ഞങ്ങൾ പറയാൻ പോണ രാഷ്ട്രീയം പാവപ്പെട്ടവരോട്.